Welcome to Shida's Talk. Hello everyone. Today I am going to discuss some of the activity from Unit 1, 9th Standard, Half a Day. അല്ലേ, ഹാഫ് എ ഡേ എന്ന് പറയുന്ന 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ യൂണിറ്റുള്ള ചില ആക്ടിവിറ്റീസാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിലൊരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ട്, പിന്നെ നമ്മുടെ ഫസ്റ്റ് ഡേ, സ്കൂൾ ഫസ്റ്റ് ഡേ നമ്മളോട് നറേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, പിന്നെ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഇത്രയും ആക്ടിവിറ്റീസാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ക്യാരക്ടർ സ്കെച്ചിന് മുന്നോടിയായിട്ട് നമ്മളിവിടെ എഴുതേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ, ആ ഒരു ക്യാരക്ടർ മാപ്പ്. അപ്പോൾ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എഴുതാനുണ്ട്? ഫിസിക്കൽ അപ്പിയറൻസ്, പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, റോൾ ഇൻ ദ സ്റ്റോറി, അനലൈസിസ് ഓഫ് എക്സ്പ്രഷൻസ്, റിമാർക്സ് ബൈ ദ ഓതർ, അതർ ക്യാരക്ടേഴ്സ്, ദെൻ റിയലൈസേഷൻ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതാനുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ ഇവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതാൻ കഴിയുക എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എഴുതാൻ വേണ്ടി പോകുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് ആണ് അല്ലേ. അപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ 2 പേരുടെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് എഴുതാനുണ്ട്, യങ് ബോയുടെയും പിന്നെ ആൻ ഓൾഡ് മാൻ്റെയും. അപ്പോൾ യങ് ബോയുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് എങ്ങനെ എഴുതുക? 6 or 7 years old, ന്യൂ ക്ലോത്ത്സ്, ബ്ലാക്ക് ഷൂസ്, ഗ്രീൻ സ്കൂൾ ക്ലോത്ത്സ് അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോം, റെഡ് ടർബൂഷ് അല്ലേ. ഇനി ഓൾഡ് മാൻ്റത് എന്താ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക? അതേപോലെ തന്നെ നമുക്ക് യങ് ബോയുടെ മാത്രമാണ് ഒരു ഫിസിക്കൽ അപ്പിയറൻസ് ഏതാണ്ട് നമുക്ക് കിട്ടിയത്, എന്നാലും ഓൾഡ് മാൻ്റതും നമുക്ക് ഇമാജിൻ ചെയ്ത് എഴുതാം. 60 or 70 years old, dressed in simple traditional clothing, wrinkled skin, white hair. ഈ രീതിയിൽ നമുക്ക് ഓൾഡ് മാൻ്റെ ഫിസിക്കൽ അപ്പിയറൻസും എഴുതാം. അതിനുശേഷം അടുത്തത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്, ഇന്നസെൻസ്, ഈഗർനെസ് ടു നോ, ഫ്രണ്ട്ലി, ലവിങ്, ഇറിറ്റേറ്റഡ്. ഇതൊക്കെയാണ് നമുക്ക് പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ എഴുതാൻ പറ്റുക. ഇനി അടുത്തത് റോൾ ഇൻ ദ സ്റ്റോറി. റോൾ ഇൻ ദ സ്റ്റോറി എന്ന് പറയുമ്പം എ സ്മോൾ ബോയ് ഹു ഗോസ് ടു സ്കൂൾ റിലക്റ്റൻ്റ്ലി ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. His school life, how he make friends, how different is school from his expectations, what changes come over him through half a day of school. Through his eyes we see him as an observer, guide and commentator. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റോൾ ഇൻ ദ സ്റ്റോറിയിൽ എഴുതാൻ പറ്റുക. എല്ലാം നമ്മൾ ഓൾറെഡി വിവരിച്ച കാര്യങ്ങളാണ് അല്ലേ ലെസൺ എടുക്കുമ്പോൾ. അപ്പോൾ ഇതൊന്നും കൂടുതലായിട്ട് നമ്മൾ വിവരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റോൾ ഇൻ ദ സ്റ്റോറി ഇത്രയ്ക്കാണെന്നൊക്കെ മനസ്സിലാക്കാം. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും നമ്മൾ എഴുതുക അല്ലേ. ദ നറേറ്റർ ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ, ദെൻ ട്രാൻസ്ഫർമേഷൻ ഫ്രം ബോയ് ടു ഓൾഡ് മാൻ ഇൻഡിക്കേറ്റിംഗ് പാസിംഗ് ഓഫ് ടൈം. ഇത്രയെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ആ ടെക്സ്റ്റിൽ എഴുതുക. കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് ഈ ബോക്സിലുള്ളത് നമുക്ക് എഴുതാം. ഇനി അടുത്തത് അനലൈസ് ഓഫ് എക്സ്പ്രഷൻ, റിമാർക്സ് ബൈ ദ ഓതർ ആൻഡ് അതർ ക്യാരക്ടേഴ്സ്. അതായത് മറ്റുള്ള ആ ഒരു എക്സ്പ്രഷൻസ്, കഥയിലെ ആൾക്കാരുടെ ആ ഒരു എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഓതർ പറയുന്ന കാര്യങ്ങൾ, മറ്റുള്ള ക്യാരക്ടേഴ്സിൻ്റെ കോൺവെർസേഷൻസ്, ഇതൊക്കെയാണ് നമ്മളിവിടെ മെയിനായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് കാര്യം മനസ്സിലാക്കുക. ടെക്സ്റ്റിലെ ആ ഒരു ചെറിയ കോളത്തിൽ നിങ്ങൾക്കത് അത്രയും എഴുതാൻ പറ്റില്ല, പക്ഷേ നിങ്ങളതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എഴുതാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഓതേഴ്സ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഓതർ നറേറ്റർ പറയുന്ന ആ ഒരു ഡയലോഗ്, ഓൾ മൈ ക്ലോത്ത്സ് വെർ ന്യൂ, ദിസ് വാസ് നോ ഫീസ്റ്റ് ഡേ ബട്ട് ദ ഡേ ഓൺ വിച്ച് ഐ വാസ് ടു ബി കാസ്റ്റ് ഇൻ ദ സ്കൂൾ ഫോർ ദ ഫസ്റ്റ് ടൈം. ദിസ് ടെൽ us how excited but also nervous the main character feels about starting school. ഇത് നമുക്ക് ഇതിലേക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന നറേറ്ററുടെ ഒരു എക്സ്പ്രഷനാണ്. സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ ഒരു മെയിൻ ക്യാരക്ടറിലുണ്ടായിരുന്ന ആ ഒരു നെർവസ്നെസ്സും അതേസമയം ആ ഒരു എക്സൈറ്റിങ്ങുമാണ് ഇവിടെ ഈ ഒരു ഡയലോഗിലൂടെ കാണിക്കുന്നത്. ഇനി അടുത്തത് എന്താ?
ഫാദേഴ്സ് എക്സ്പ്ലനേഷൻ ഓഫ് സ്കൂൾ അല്ലേ, ഫാദറിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷൻ, സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ അതിവിടെ നമുക്ക് നോക്കാം. ഏതാ ഡയലോഗ്? സ്കൂൾ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്, ഇറ്റ് ഈസ് ദ ഫാക്ടറി ദാറ്റ് മേക്സ് യൂസ്ഫുൾ പീപ്പിൾ ഔട്ട് ഓഫ് ചിൽഡ്രൻ. ദിസ് ഷോസ് ഹൗ ദ ഫാദർ ട്രൈസ് ടു reassure the main character that school is important for becoming a good person അല്ലേ. ആ ഒരു ഡയലോഗിലൂടെ എന്താ കാണിക്കുന്നത്? ഫാദർ എന്ത് ചെയ്യാണ്? ഫാദർ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്, കുട്ടിക്ക് ആ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് അല്ലേ. ആ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ സ്കൂൾ ബോയ്. എന്താണ് സ്കൂൾ എന്ന് പറയുന്നത്? നമ്മുടെ ഒരു നല്ല പേഴ്സണാക്കി മാറ്റുന്ന ഒരു അത്രയും ഇമ്പോർട്ടൻ്റ് സ്കൂളിനുണ്ട്, നമ്മളെ നല്ലൊരു പേഴ്സണാക്കി മാറ്റുന്നതിൽ അത്രയും ഇമ്പോർട്ടൻ്റ് സ്കൂളിനുണ്ട് എന്ന കാര്യമാണ് ഈ ഒരു ഡയലോഗിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി അടുത്തത് എന്താ? നറേറ്റേഴ്സ് ഇനീഷ്യൽ ഇംപ്രഷൻ ഓഫ് സ്കൂൾ അല്ലേ. നറേറ്ററുടെ ആദ്യം ഉണ്ടായിരുന്ന ഇംപ്രഷൻ സ്കൂളിനെ കുറിച്ചുള്ള എന്താ അത്? ഇറ്റ് ലുക്ക് ലൈക്ക് സം ഹ്യൂജ് ഹൈ വാൾഡ് ഫോർട്രസ് സ്റ്റേൺ ആൻഡ് ഗ്രീം. ദിസ് ഡിസ്ക്രൈബ് ഹൗ സ്കാരി ആൻഡ് അൺഫെമിലിയർ ദ സ്കൂൾ സീംസ് ടു ദ മെയിൻ ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ഡയലോഗിലൂടെ തന്നെ എന്താ മനസ്സിലാവുന്നത്? എത്രമാത്രം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുട്ടി എത്രമാത്രം ഭയപ്പെടുന്നുണ്ടെന്നും ആൻഡ് അൺഫെമിലിയർ ദ സ്കൂൾ സീംസ് ടു മെയിൻ ക്യാരക്ടർ അല്ലേ, ഒരു പരിചയവുമില്ലാത്ത ആ ഒരു സ്കൂളിനെ എത്രമാത്രം ആ കുട്ടി ഭയപ്പെടുന്നുണ്ട് എന്നാണ് ആ ഒരു ഡയലോഗിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി എൻകൗണ്ടർ വിത്ത് അനദർ ചൈൽഡ്. My father is dead. This simple statement shows how the main character realizes that others have experienced loss too. അല്ലേ. അപ്പോൾ ആ ഒരൊറ്റ ഡയലോഗിൽ നിന്ന് തന്നെ അതിൽ നമ്മുടെ മെയിൻ ക്യാരക്ടർ ആ സ്കൂൾ ബോയ് എന്താണ് മനസ്സിലാക്കുന്നത്? ആ ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും റിയലൈസസ് ദാറ്റ് അതർ ഹാവ് എക്സ്പീരിയൻസ്ഡ് ലോസ് ടു. മറ്റുള്ളവരും എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻസിലൂടെ ഇനിയും ഒരുപാടുണ്ട്. ആ ഒരു സ്റ്റോറി കടന്നു പോകുമ്പോൾ ഒരുപാട് എക്സ്പ്രഷൻസ്, നമ്മുടെ മെൻറ്ററുടെ ആ ഒരു എക്സ്പ്രഷൻസ് അല്ലേ, കുട്ടിയെ ആ ഒരു എന്താ പറയുക, കുട്ടി വറീഡ് ആകുമ്പോൾ ഇവിടെ നിങ്ങൾക്കും അച്ഛന്മാരും അമ്മമാരുണ്ട് എന്നുള്ള പറഞ്ഞ ഡയലോഗ് അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും എഴുതി നമുക്ക് സമയം കളയേണ്ടതില്ല, ജസ്റ്റ് എന്താ കാര്യം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. നെക്സ്റ്റ് റിയലൈസേഷനിൽ എന്താ നമുക്ക് എഴുതാൻ പറ്റുക? വെൻ ദ നറേറ്റർ ഈസ് കോൾഡ് ഗ്രാൻഡ് പാ ബൈ ദ ബോയ് ഫ്രം ദ അയേണിംഗ് ഷോപ്പ് ഇറ്റ് സെർവ് ആസ് എ മൊമെൻറ്റ് ഓഫ് പ്രൊഫൗണ്ട് റിയലൈസേഷൻ ഫോർ ഹിം അല്ലേ. ആ ഒരു ക്രോസിംഗ് റോഡിൽ വെച്ചിട്ട് ആ കുട്ടി ഗ്രാൻഡ് പാ എന്ന് വിളിക്കുന്നതിൽ കൂടി ആ ഒരു ശരിക്കുമുള്ള ആ ഒരു എന്താ പറയുക, നമ്മുടെ റിയലൈസേഷൻ അല്ലെ, നറേറ്റർക്ക് കൃത്യമായ ആ ഒരു തിരിച്ചറിവ് വരികയാണ് ചെയ്യുന്നത്. ദിസ് എൻകൗണ്ടർ ഹൈലൈറ്റ്സ് ദ stark contrast between the narrator's youthful perception of himself and the reality of his aging and the passage of time അല്ലേ. അതിലൂടെ തന്നെ ആ നറേറ്റർക്ക് അദ്ദേഹം കടന്നു പോയ ആ ഒരു ജീവിതയാത്രയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഏജിങ്ങും അല്ലേ, ആ ഒരു ചെറിയ പ്രായത്തിൽ നിന്നും അദ്ദേഹം എവിടേക്ക് എത്തിയിരിക്കുന്നു, ഇപ്പോൾ ഓൾഡ് ഏജിലേക്ക് എത്തിയിരിക്കുന്നു എന്ന റിയാലിറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ആ കഥ മുന്നോട്ട് പോകുന്നത്. The use of grandpa by the boy emphasizes how much the narrator has changed since his school days അല്ലേ. ആ ഒരു ഗ്രാൻഡ് എന്ന വിളി ഊന്നി പറയുന്നത് എന്താ? ആ സ്കൂൾ ലൈഫിൽ നിന്നും എത്രമാത്രം ആ നമ്മുടെ നറേറ്റർ മാറിയിരിക്കുന്നു. നൗ എപ്പിയറിങ് ഓൾഡർ ആൻഡ് ഔട്ട് ഓഫ് ടച്ച് വിത്ത് ദ വേൾഡ് അറൗണ്ട് ഹിം. ഇപ്പോൾ അദ്ദേഹം എന്തായിരിക്കുന്നു? പ്രായമായിരിക്കുന്നു, ലോകത്തിൽ നിന്നെല്ലാം, അതായത് ലോകത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റും തിരക്കുകളിൽ നിന്നൊക്കെ കംപ്ലീറ്റും മാറിയ ഒരു മനുഷ്യനായി മാറിയിരിക്കുന്നു അല്ലേ. അതാണ് ഇതിൽ നമുക്ക് ആ റിയലൈസേഷനായിട്ട് എഴുതാൻ പറ്റുക. അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാം? റിയാലിറ്റി ഓഫ് നറേറ്റേഴ്സ് ഏജിങ് ആൻഡ് പാസിങ് ഓഫ് ടൈം. അതിനെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇത്രയും വിശദമാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എഴുതുകയാണ് വേണ്ടത്. ക്യാരക്ടർ സ്കെച്ച് എഴുതേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലേ. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ വേണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാരക്ടർ ട്രേറ്റ്സ് എഴുതണം, പിന്നെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എഴുതണം, മൈ ഒപ്പീനിയൻ, കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതായിരിക്കണം ഒരു ക്യാരക്ടർ സ്കെച്ച് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്നത്.
അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് എഴുതാമെന്ന് നോക്കാം. The central character, the boy in Half a Day, starts as a young child ready for his first day of school. Dressed in a new school uniform, shoes and a turbosh, he symbolizes innocence and a new beginning. അപ്പോൾ ഇവിടെ ഈ കഥ നമ്മുടെ അടുത്ത് തുടങ്ങുന്നത് തന്നെ അതിലെ ആ ഒരു മെയിൻ ക്യാരക്ടർ എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് ആദ്യമായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് റെഡ് ടർബൂഷൊക്കെ ഇട്ടിട്ട് പോവുകയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ ആ ഒരു ജീവിതാരംഭവും ആ ഒരു ഇന്നസെൻസും തന്നെയാണ്, കുട്ടിക്കാലത്തെ നിഷ്കളങ്കതയാണ് ഇവിടെ നമ്മുടെ സ്റ്റോറിയുടെ ആരംഭത്തിൽ കാണിക്കുന്നത്. The boy is curious and watchful but also anxious about school. His mixed feeling of excitement and nervousness are evident in his reluctance to leave home and his pleading look at his mother. At school, however, he adjusts quickly, becoming more confident and part of the school community, mirroring the stages of human life. ഇനി ആ കുട്ടി സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഭയങ്കര ആൻഷ്യസ് ആണ് അല്ലേ, സ്കൂളിനെ കുറിച്ചിട്ട്, സ്കൂൾ എന്താണ് എന്നൊക്കെ അതൊക്കെ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. കുട്ടി ഞാനിവിടെ കുരുത്തക്കേടൊന്നും കളിക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഫാദറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. സ്കൂൾ ഒരു പണിഷ്മെൻ്റ് ആണ് എന്നുള്ള ഒരു ഭയമൊക്കെ കുട്ടിക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഒരു മിക്സ്ഡ് ഫീലിംഗ്, ആ ഒരു സ്കൂളിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും നെർവസ്നെസ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് വീട് വിട്ടിറങ്ങാൻ വേണ്ടി കുട്ടിക്ക് ആദ്യം ഒരു മടിയുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ദയനീയമായി കുട്ടി അമ്മയെ നോക്കുന്നൊക്കെ ഉള്ള ഒരു സീന് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും അല്ലേ. സ്കൂളിൽ വെച്ചിട്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഈ കുട്ടി സ്കൂളിൽ വെച്ച് എന്തായി, പെട്ടെന്ന് തന്നെ ആ ഒരു പരിസരവുമായിട്ട് ഇണങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൂടുതൽ കോൺഫിഡൻറ്റും ആ സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ആയിട്ട് ഒത്തുപോകാൻ വേണ്ടി കുട്ടിക്ക് കഴിയുന്നു. അതായത് ഹ്യൂമൻ ലൈഫിൻ്റെ ആ ഒരു സ്റ്റേജ് അല്ലേ, അത് വളരെ കൃത്യമായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അതിന് നെക്സ്റ്റ് പാരഗ്രാഫായിട്ട് നമ്മൾ എന്താ എഴുതുക, ആസ് ദ മെയിൻ ക്യാരക്ടർ ദ ബോയ് റെപ്രസെൻറ്റ് ദ യൂണിവേഴ്സൽ ജേർണി ഫ്രം ചൈൽഡ്ഹുഡ് ടു ഓൾഡ് ഏജ്. ഇതിലെ ആ മെയിൻ ക്യാരക്ടറായ കുട്ടി നമ്മുടെ ആ ഒരു പ്രാപഞ്ചികമായ ആ ഒരു യാത്ര അല്ലേ, ജീവിതത്തിൽ എല്ലാ മനുഷ്യന്മാരും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു യാത്ര, ചൈൽഡ്ഹുഡിൽ നിന്നും ഓൾഡ് ഏജിലേക്കുള്ള ആ ഒരു യാത്രയാണ് കാണിക്കുന്നത്. ഹിസ് എക്സ്പീരിയൻസ് ഫ്രം ലീവിങ് ഹോം, സ്പെൻഡിങ് എ ഡേ അറ്റ് സ്കൂൾ ആൻഡ് റിട്ടേണിംഗ് റിഫ്ലക്ട് ദ റാപ്പിഡ് പാസേജ് ഓഫ് ടൈം ആൻഡ് ലൈഫ്സ് ഇന്നെവിറ്റബിൾ ചേഞ്ചസ്. ആ കുട്ടി സ്കൂളിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങളും സ്കൂളിൽ വെച്ചിട്ട് സ്കൂളിൽ ചെലവഴിക്കുന്ന ആ ഒരു കാര്യങ്ങളും പിന്നെ തിരിച്ചു വരുമ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു ഒഴുക്ക്, നമ്മുടെ കാലത്തിൻ്റെ ആ ഒരു ഒഴുക്ക്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാലത്തിൻ്റെ ആ ഒരു മാറ്റങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ദ ബോയ്സ് ജേർണി സിംബോളിസസ് ദ ഹ്യൂമൻ കണ്ടീഷൻ ആൻഡ് ദ പ്രോഗ്രഷൻ ത്രൂ ലൈഫ് ഫേസസ് അല്ലേ. ആ ബോയുടെ യാത്ര കാണിക്കുന്നത് തന്നെ എന്താണ്, മനുഷ്യരുടെ ആ ഒരു കണ്ടീഷനും ആൻഡ് ആ ഒരു പ്രോഗ്രഷൻ അല്ലേ, ആ ഒരു വളർച്ച, ജീവിതത്തിലുടനീളം മനുഷ്യർക്കുണ്ടാകുന്ന ആ ഒരു വളർച്ചയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലൂടെ കാണിക്കുന്നത്. ത്രൂ ഔട്ട് ദ സ്റ്റോറി ദ ബോയ്സ് എക്സ്പ്രഷൻ ഷോ എ റേഞ്ച് ഓഫ് ഇമോഷൻസ്. He starts nervous but becomes curious. His feeling of being a stranger at school quickly changes to making friends and lovers. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ആ സ്റ്റോറി മുഴുവൻ ആ കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷൻസും ആ ഒരു റേഞ്ചിൻ്റെ ഇമോഷൻസ്, ആ ഒരു ഇമോഷൻസിൻ്റെ റേഞ്ചൊക്കെ കൃത്യമായി കാണിക്കുന്നുണ്ട് അല്ലേ. ആദ്യത്തിൽ നെർവസ് ആയിരുന്ന ആ കുട്ടി പിന്നീട് എന്താവുന്നു, ഭയങ്കര ക്യൂരിയസ് ആവുന്നു, ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവുന്നു. പിന്നെ ആദ്യം അപരിചിതരോട് പെരുമാറാനൊക്കെ ആ ഒരു മടിയുണ്ടായിരുന്ന കുട്ടി വളരെ പെട്ടെന്ന് തന്നെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്സ് ആവുകയും ഇത് പ്രണയത്തിലാവേണ്ട ആൾക്കാരുമായിട്ട് പ്രണയത്തിലാവുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ ആ സ്റ്റോറിയിൽ കാണുന്നുണ്ട്. ഹിസ് സർപ്രൈസ് ആൻഡ് കൺഫ്യൂഷൻ അറ്റ് ഹൗ ക്വിക്ക്ലി ടൈം പാസസ് ആർ ബ്യൂട്ടിഫുള്ളി ഷോൺ ആസ് ഹി ഏജസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ആൻ ഓൾഡ് മാൻ ഇൻ വാട്ട് ഫീൽസ് ലൈക്ക് എ ഹാഫ് എ ഡേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺഫ്യൂഷനും സർപ്രൈസും എത്ര പെട്ടെന്ന് കാലം കടന്നു പോകുന്നത്, ആ ഒരു നമ്മുടെ പ്രപഞ്ചത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ, അതായത് ഒരു പകുതി ദിവസത്തിനുള്ളിൽ, അതായത് ആ നമ്മുടെ ചുറ്റുമുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ആ ഒരു സ്പീഡാണിവിടെ റൈറ്റർ എടുത്ത് പറയുന്നത്. അതൊക്കെ വളരെ ഭംഗിയായി തന്നെ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നുണ്ട്. ഹിസ് ഇനീഷ്യൽ ഡിപ്പെൻഡൻസ് ഓൺ ഹിസ് ഫാദർ ആൻഡ് ലേറ്റർ ഓൺ എ യങ് മാൻ ടു ക്രോസ് ദ സ്ട്രീറ്റ് show our lifelong need for help and support.
തുടക്കത്തിലെ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ഫാദറിനെ ഡിപ്പെൻഡ് ചെയ്ത കുട്ടി ലാസ്റ്റിൽ റോഡ് ക്രോസ് ചെയ്യാനും ആ ഒരു അയൺ ഷോപ്പിൽ കുട്ടിയുടെ സഹായം തേടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ജീവിതത്തിലുടനീളം നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പും സപ്പോർട്ടും ഒക്കെ ആവശ്യമാണെന്ന് വളരെ കൃത്യമായും മനോഹരമായിട്ടും ഇവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. Other characters like teachers and schoolmates help the boy grow and understand the world. ഇതിലെ മറ്റ് ക്യാരക്ടേഴ്സായ ടീച്ചേഴ്സായാലും സ്കൂൾമേറ്റ് ആയാലും ഒക്കെ കുട്ടിയുടെ ആ ഒരു വളർച്ചയ്ക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വളരെയധികം സഹായകരമാകുന്നുണ്ട്. ദീസ് ഇൻട്രാക്ഷൻ ഷേപ്പ് ഹിസ് വ്യൂസ് ആൻഡ് റിഫ്ലക്ട് ദ ചേഞ്ച് ഓഫ് ഹിസ് ലൈഫ്. അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ തന്നെയാണ് കുട്ടിയുടെ കാഴ്ചപ്പാടിനെ നിർണ്ണയിക്കുന്നതും ആ ഒരു ജീവിതത്തിൻ്റെ പല സ്റ്റേജുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതും. The story ends with the old man realizing how quickly time has passed and the inevitable change it brings. അപ്പോൾ സ്റ്റോറി അവസാനിക്കുമ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ, ആ കുട്ടി ഇപ്പോൾ എന്തായിരിക്കുന്നു, ഒരു വൃദ്ധനായിരിക്കുന്നു അല്ലേ. അപ്പോൾ ആ ഒരു ടൈം പാസ് ചെയ്യുന്നതും പിന്നെ ആ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ ഒരു മാറ്റങ്ങളും, അതായത് എപ്പോഴും നമ്മൾ ചെറിയ കുട്ടി മാത്രമായിരിക്കില്ല അല്ലേ, കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രായമാകും. അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സത്യം തന്നെയാണ്. അതൊക്കെ ഇവിടെ വളരെ ക്ലിയറായിട്ട് ഈ കഥയിൽ കാണിക്കുന്നുണ്ട്. ദിസ് ഹൈലൈറ്റ്സ് ലൈഫ്സ് ഫ്ലീറ്റിംഗ് നേച്ചർ ആൻഡ് റാപ്പിഡ് ജേർണി ഫ്രം യൂത്ത് ടു ഓൾഡ് ഏജ്. യങ് ഏജിൽ നിന്നും ഓൾഡ് ഏജിലേക്കുള്ള ഒരു ദ്രുതഗതിയിലുള്ള മാറ്റം തന്നെയാണ് ഈ ഒരു കഥയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ക്യാരക്ടർ സ്കെച്ച് എഴുതാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പോലെ ആ ഇൻട്രൊഡക്ഷനും ക്യാരക്ടർ ട്രേറ്റ്സും ക്യാരക്ടർ ഡെവലപ്മെൻറ്റും മൈ ഒപ്പീനിയനും കൺക്ലൂഷനും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അല്ലേ. ആ കൺക്ലൂഷനിൽ നമ്മൾ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൈ ഒപ്പീനിയനിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഇൻ ദ സ്റ്റോറി ഹാഫ് എ ഡേ the narrator recalls the memory of his very first day at school അല്ലേ. ഈ ഒരു സ്റ്റോറിയിൽ ആ സ്കൂളിലെ ആദ്യ ദിവസത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മകൾ റൈറ്റർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ? നിങ്ങളുടെ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളിപ്പോൾ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളാണല്ലേ. അപ്പോൾ നിങ്ങൾ 1ാം ക്ലാസ്സിലേക്ക് നിങ്ങൾ ആദ്യമായിട്ട് പോയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അല്ലെങ്കിൽ അതിനു മുമ്പ് KG സെക്ഷനിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ LKG പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളോട് എഴുതാനാണ് പറയുന്നത്. നറേറ്റ് യുവർ എക്സ്പീരിയൻസ് ടു ദ ക്ലാസ്. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഓർമ്മ എന്ത് ചെയ്യുക, ഇവിടെ പങ്കുവെക്കുക. ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ എഴുതേണ്ട ഒരു രീതി എങ്ങനെയാണെന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ നിങ്ങളതായ ഓർമ്മകൾ ചേർത്തിട്ട് ആ ആൻസർ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ടൊരു സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ അനുഭവം ഒരുവിധമൊക്കെ നമ്മളിപ്പോൾ നമ്മുടെ ലെസണിലും പഠിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാ കുട്ടികളും ഏതാണ്ട് ആ ഒരു ഇമോഷൻസിലൂടെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ ആദ്യ ദിനം കടന്നു പോയിട്ടുണ്ടാവുക. നമുക്കൊന്ന് എഴുതി നോക്കാം. ഓൺ മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ പുട്ട് ഓൺ മൈ ന്യൂ യൂണിഫോം ആൻഡ് ഫെൽറ്റ് എക്സൈറ്റഡ് ആൻഡ് എ ലിറ്റിൽ നെർവസ്. അപ്പോൾ എൻ്റെ ആദ്യ ദിവസം ഞാൻ പുതിയ യൂണിഫോമൊക്കെ ഇട്ട് വളരെയധികം എക്സൈറ്റഡും അതേപോലെ തന്നെ കുറച്ച് നെർവസൊക്കെ ആയിട്ടാണ് എവിടേക്ക് പോകുന്നത്, സ്കൂളിലേക്ക് പോകുന്നത്. ഹോൾഡിങ് മൈ മദേഴ്സ് ഹാൻഡ് ഐ വാക്ക് ടു ദ സ്കൂൾ ഗേറ്റ്. അമ്മയുടെ കൈ പിടിച്ച് ഞാൻ സ്കൂൾ ഗേറ്റിലേക്ക് നടന്നു. വെൻ ഐ അറൈവ്ഡ് ദ ക്ലാസ് റൂം വാസ് ബ്രൈറ്റ് ആൻഡ് ഫിൽഡ് വിത്ത് കളർഫുൾ പോസ്റ്റേഴ്സ് ആൻഡ് ബലൂൺ. സ്കൂളിലേക്ക് എത്തിയപ്പോൾ ആ ക്ലാസ് റൂം എങ്ങനെയുള്ളത്, വളരെ ബ്രൈറ്റാണ്. കളർഫുൾ പോസ്റ്റേഴ്സും ബലൂണൊക്കെ നിറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ക്ലാസ് റൂം എന്ത് ചെയ്തിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. ഇൻസൈഡ് ദ ക്ലാസ് ഐ സോ സം ചിൽഡ്രൻ വെയർ ക്രൈങ് ആൻഡ് അതേഴ്സ് പ്ലേയിങ്. അപ്പോൾ അവിടെ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ എനിക്കെന്താ കാണാൻ പറ്റുന്നത്, കുറച്ച് ആൾക്കാർ കരയുന്നുണ്ട്, കുറച്ച് പേര് കളിക്കുന്നുണ്ട്. ഐ വാസ് ലിറ്റിൽ നെർവസ് ബട്ട് മൈ ടീച്ചർ ഗ്രീറ്റഡ് മീ വാംലി ആൻഡ് ഷോ മീ മൈ സീറ്റ്. ഞാൻ കുറച്ചൊക്കെ നെർവസായി, പക്ഷേ എൻ്റെ ടീച്ചർ എന്ത് ചെയ്തു, എന്നെ നല്ല പുഞ്ചിരിയോടുകൂടി സ്വീകരിച്ചു, എനിക്ക് ഇരിക്കാനുള്ള സ്ഥലം കാണിച്ചു തന്നു. ഹെർ ഫ്രണ്ട്ലി അറ്റാച്ച് മെയ്ഡ് മീ എ ലിറ്റിൽ കംഫർട്ട് ഓൺ മൈ ഫസ്റ്റ് ഡേ. ആ ടീച്ചറുടെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നോടുള്ള ആ ഒരു അറ്റാച്ച് എനിക്ക് കുറച്ചൊക്കെ എന്തായി, ഒരു ആശ്വാസം തോന്നി എൻ്റെ ആദ്യ ദിനത്തിൽ. നമുക്കൊരു പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ആദ്യമായിട്ട് പോവുകയാണല്ലേ, അതും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പാരൻ്റ് എന്ത് ചെയ്യും, നമ്മളെ ആ സ്ഥലത്താക്കിയിട്ട്
തിരിച്ചു പോവുകയും ചെയ്യും. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പേരൻ്റ് ഇല്ലാതെ ഇരിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഡെഫിനറ്റ്ലി എല്ലാ കുട്ടികളും നെർവസ് ആയിരിക്കും. അപ്പോൾ അവിടെയുള്ള ആ ഒരു ടീച്ചേഴ്സിൻ്റെ ആ ഒരു പെരുമാറ്റം നമ്മളെ അങ്ങേയറ്റം കംഫർട്ടാക്കുക തന്നെ ചെയ്യും. ഓക്കെ, ദെൻ ഹർ ഫ്രണ്ട്ലി അറ്റാച്ച് മെയ്ഡ് മീ എ ലിറ്റിൽ കംഫർട്ട് ഓൺ മൈ ഫസ്റ്റ് ഡേ. വി സാങ് എ വെൽക്കം സോങ് ആൻഡ് ലേൺഡ് എവരി വൺസ് നെയിം. അല്ലേ, ഒരു സ്വാഗത ഗാനം ഉണ്ടാവും. അത് കഴിഞ്ഞ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പേരൊക്കെ ചോദിച്ചിട്ട് പരിചയപ്പെടും. ഐ സാറ്റ് നെക്സ്റ്റ് ടു എ ഗേൾ നെയ്മഡ് താര. താര എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അടുത്തായിരുന്നു ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത്. ലേറ്റർ ഷി വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നീട് അവളെൻ്റെ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആവുകയും ചെയ്തു. ഐ ഹാഡ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു ടേക്ക് എ ഫോട്ടോ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. ഇറ്റ് വാസ് ട്രൂലി എ മെമ്മറബിൾ ഡേ. എനിക്കാണെങ്കിൽ ആ സ്കൂളിൽ വെച്ച് നമ്മുടെ ആദ്യ ദിനം ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരവും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, ഇന്നൊക്കെ നമുക്കിത് വളരെ എല്ലായിടത്തും കാണാൻ പറ്റുന്ന കാഴ്ചകളാണ്. അല്ലേ, ഫസ്റ്റ് ഡേ സ്കൂളിലുള്ള ഒരു പോസ്റ്ററും അതിലേക്ക് നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മുടെ ജീവിത അവസാനം വരെ അത് നമ്മുടെ ഒരു ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നത് ഇന്നത്തെ ഈ ഒരു ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്നൊരു മോഡൽ പോലെ എഴുതിയേ ഉള്ളൂ. എൻ്റെ സ്കൂൾ ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷമായി. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് സ്കൂളിൽ പോയ കാര്യങ്ങൾ ഇത്രയ്ക്കൊന്നും ഓർമ്മ പോലും ഇല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ചെറിയ കുട്ടികളാണ്, 9th എത്തിയതേ ഉള്ളൂ. നിങ്ങളുടെ ആദ്യത്തെ സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ടാവും. അപ്പോൾ അതൊക്കെ ഓർത്ത് ആ ഒരു രീതിയിൽ എഴുതുക. ഇതൊരു ജസ്റ്റ് മോഡൽ മാത്രമായിട്ട് കാണുക കേട്ടോ. ഓക്കെ, ഇനി നമുക്കിതിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു പാഠഭാഗത്തുള്ള നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് കോൺവെർസേഷൻ. അല്ലേ, അപ്പോൾ എന്താ നമ്മൾ എഴുതേണ്ടത്? ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. അല്ലേ, ഇത് ആ വുമൺ പറയുന്ന ആ ഒരു ഡയലോഗാണ്. ആ കുട്ടി കരയുന്ന ആ ഒരു കുട്ടികളോട് പറയുന്ന ഡയലോഗാണ്. അല്ലേ, അപ്പോൾ ദീസ് വേർഡ്സ് കംഫർട്ടഡ് ദ നറേറ്റർ. ഈ വേർഡ് നറേറ്റർ ഒരുപാടധികം എന്ത് ചെയ്തിട്ടുണ്ട്? കംഫർട്ട് ആക്കിയിട്ടുണ്ട്. വാട്ട് വുഡ് ബി ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ബോയ് ആൻഡ് ദ വുമൺ. വുമൺ എന്ന് ഉദ്ദേശിക്കുന്ന ആ മെൻറ്ററാണ്. അല്ലേ, ആ മെൻറ്ററും ആ ബോയും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഇവിടെ എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. അപ്പം നമ്മൾ ഈ ഒരു കോൺവെർസേഷനാണ് ഇനിയിപ്പോൾ ഇവിടെ എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാഠത്തിലെ ഭാഗങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ച് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോൺവെർസേഷൻ എഴുതാം. കോൺവെർസേഷൻ എന്ന് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന എല്ലാ ഡിസ്കോഴ്സും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ എഴുതേണ്ട കാര്യങ്ങളാണെങ്കിൽ കൂടി അതിലൊക്കെ പാഠത്തിലെ കണ്ടൻറ്റുകൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ആ ഒരു രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വുമൻ, വൈ ആർ യു ക്രൈയിങ് മൈ ഡിയർ? നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കും. അല്ലേ, മെൻറ്റർ. അപ്പോൾ കുട്ടി എന്ത് പറയും? ഐ വാണ്ട് ടു ഗോ ബാക്ക് ടു മൈ ഹോം. എനിക്ക് എവിടേക്ക് പോകണം? എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ വുമൺ എന്ത് പറയും? ഡോണ്ട് ക്രൈ മൈ ബോയ്, ഇറ്റ്സ് യുവർ ന്യൂ ഹോം. അതൊക്കെ നമ്മുടെ പാഠത്തിൽ പറയുന്നുണ്ടല്ലേ. ആ വുമൺ പറയുന്ന ഡയലോഗ് തന്നെയാണ്. ഇത് നിങ്ങളുടെ പുതിയ വീടാണെന്നൊക്കെ ആര് പറയുന്നുണ്ട്? മെൻറ്റർ കുട്ടികളോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തതും. ബോയ്, നോ ദിസ് ഈസ് നോട്ട് മൈ ഹോം, മൈ മാം ആൻഡ് ഡാഡി ഈസ് നോട്ട് ഹിയർ. ഇതെൻ്റെ വീടൊന്നല്ല, എൻ്റെ അച്ഛനും അമ്മയൊന്നും എവിടെയില്ല, ഇവിടെ ഇല്ല. അപ്പം നമ്മുടെ വുമൺ എന്ത് പറയും? ഹിയർ ടു യു ഹാവ് ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് മൈ ഡിയർ. ഇവിടെയും നിങ്ങൾക്ക് അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ കുട്ടി എന്താ പറയുക? ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്സ് ഹിയർ ആൻഡ് ഐ ആം അഫ്രൈഡ് ഓഫ് ദ ടീച്ചർ. എനിക്കിവിടെ ഫ്രണ്ട്സൊന്നുമില്ല, എനിക്ക് ടീച്ചർമാരൊക്കെ ഭയങ്കര പേടിയാണ്. നമുക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയൊക്കെയാണ് ഉണ്ടാവുമല്ല, ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് ആ കുട്ടി ആ മെൻറ്ററോട് പറയണം. അപ്പോൾ വുമൺ എന്ത് പറയും? ബി കൂൾ, യു വിൽ മേക്കിംഗ് ഫ്രണ്ട്സ് ഈസ് ഈസിയർ ദാൻ യു തിങ്ക്. നീ കൂളായിട്ടിരിക്കൂ, നീ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നിനക്ക് ഇവിടെ നിന്ന് എന്തിനെ ഉണ്ടാക്കാൻ പറ്റും? ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റും. ആൻഡ് ദ ടീച്ചേഴ്സ് വിൽ ഹെൽപ്പ് യു ലേൺ ആൻഡ് ഗ്രോ. നീ ടീച്ചേഴ്സിനെ കുറിച്ചൊന്നും പേടിക്കണ്ട. ടീച്ചേഴ്സ് നിൻ്റെ ഈ ഒരു പുരോഗതിക്കും നിൻ്റെ ആ ഒരു പഠനത്തിനൊക്കെ നിന്നെ ഹെൽപ്പ് ചെയ്യുകയേ ഉള്ളൂ. അതുകൊണ്ട് അവരെക്കുറിച്ചൊന്നും നീ പേടിക്കേണ്ടതില്ല എന്ന് ഇവിടെ മെൻറ്റർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ബോയ് എന്ത് പറയും? ഐ ആം അഫ്രൈഡ്, ഐ വോണ്ട് ഗെറ്റ് എനി എൻജോയ്മെൻറ്റ് ഹിയർ. അതുവരെ സ്കൂളിൽ വരുന്നത് വരെ കുട്ടികൾ വെറും കളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യണ്ടൂ അല്ലേ. സ്കൂൾ എന്ന് പറഞ്ഞാൽ വെറും പഠിക്കേണ്ട മാത്രം സ്ഥലം എന്നല്ലേ കുട്ടികൾ വിചാരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ കുട്ടി എന്ത് പറയുന്നത്? എനിക്കിവിടെ എനിക്ക് ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവില്ല എന്നൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ വുമൺ എന്ത് പറയും? ഡോണ്ട് വറി മൈ ഡിയർ, ലുക്ക് ദ വാച്ചിങ് ഹോഴ്സ് സ്വിങ് ആൻഡ് ബോൾ.
ഓൾ ദീസ് തിങ്സ് ആർ ഫോർ യു. അവിടെ കളിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ പാഠത്തിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ആ കാര്യങ്ങളൊക്കെ ആര് കാണിച്ചു കൊടുക്കും? മെൻറ്റർ കാണിച്ചു കൊടുക്കും. എന്നിട്ട് പറയും ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണെന്ന് പറയും. അപ്പോൾ കുട്ടി എന്ത് പറയും? റിയലി ക്യാൻ ഐ പ്ലേ വിത്ത് ദിസ്? ശരിക്കും ഇതൊക്കെ എനിക്ക് കളിക്കാൻ പറ്റുമോ? ഇതൊക്കെ കൊണ്ട് എനിക്ക് ഇവിടുന്ന് കളിക്കാൻ പറ്റുമോ എന്ന് കുട്ടി ചോദിക്കും. അപ്പോൾ വുമൺ എന്ത് പറയും? ഷുവർ, ഡ്രൈപ്പ് യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ജോയ്ഫുള്ളി. നീ നിൻ്റെ കണ്ണുനീരൊക്കെ തുടക്ക്, എന്നിട്ട് ജീവിതം സന്തോഷത്തോടെ ആൻഡ് ഫേസ് ജോയ്ഫുള്ളി അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക നീ? ഫേസ് ലൈഫ് ജോയ്ഫുള്ളി വേണേ. സോറി, അവിടെ ലൈഫ് എഴുതാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അതാണ് ഞാനൊന്ന് നോക്കി എന്താണ് അവിടുത്തെ കുഴപ്പമെന്ന്. ഓക്കെ, ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. ഓക്കെ, അതും കൂടെ അവിടെ എഴുതി ചേർക്കണം. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടിയൊക്കെ എന്താവും? സന്തോഷമാവും അല്ലേ. അപ്പോൾ നീ കണ്ണുനീരൊക്കെ തുടക്ക്, ജീവിതം സന്തോഷത്തോടെ അഭിമുഖീകരിക്കുമെന്ന് പറഞ്ഞിട്ട് ആ മെൻറ്റർ ആ കുട്ടിയെ എന്ത് ചെയ്യും? ഒന്ന് മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ലെസണിലുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കൂട്ടുകാരെ. നിങ്ങളെപ്പോലുള്ള ഈ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക കൂടി വേണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.